അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗൈസ് ഓർ വാരിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ അമൽ മാസ്റ്ററുമായിട്ട് ആദ്യമായി ഇടുക്കി ക്യാമ്പിലേക്കാണ് പോണേ. നമ്മൾ 3 പേര് ഇന്ന് ബസ്സിലാണ് പോണത്. നമുക്കറിയാം ഇടുക്കി നമുക്ക് ബസ്സിലാണ് പോവുക. അമൽ മാസ്റ്റർ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇടുക്കിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ്. ഏതാ ഡേറ്റ് എനിക്ക് ഓർമ്മ വരുന്നില്ല. സമയം ഏകദേശം ഒരു 4 മണി ആവാറുണ്ട്. നമുക്ക് കറക്റ്റ് ഇവിടെ വന്നപ്പോൾ നമുക്ക് ബസ്സിൽ കയറി ഇവിടെ നമ്മുടെ മൂവാറ്റുപുഴ തൊടുപുഴ വണ്ടി കിട്ടണമായിരുന്നു. നമുക്ക് കയറാൻ പറ്റി. നമ്മളിനി ഏകദേശം ഒരു മൂവാറ്റുപുഴക്ക് ഒരു 7 മണി ആ സമയത്താകുമ്പോഴേക്കും എത്തുമെന്ന് വിചാരിക്കാം, കുഴപ്പമൊന്നുമില്ലെങ്കിൽ. പിന്നെ അവിടെ നമ്മളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ ഇനി വീണ്ടും ബസ് കയറി നമ്മുടെ YMC ഹൗളിലേക്കാണ് പോണേ. ഇന്ന് കുറച്ചധികം ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എത്ര പേര് വരുമോ നമുക്കറിയില്ല. നമുക്കിനി എന്തായാലും തൊടുപുഴ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഇടുക്കി ക്യാമ്പ് ഏകദേശം സ്റ്റാർട്ടാകാറുണ്ട്. നമുക്ക് ഫസ്റ്റ് ബാച്ചിൽ 11 മിനിറ്റ് ഇതുവരെ ഇടുക്കിയിൽ ഒരു കൊല്ലം എഴുതിട്ടാണ് കൂടുതൽ പേരും തന്നെ. ഇപ്പോൾ നമ്മുടെ 4ാമത്തെ ക്യാമ്പിൻ്റെ ഒരു സീനിയറുണ്ട്. ബാക്കി കുറച്ചൊരു ഇന്ന് 16 പേരാണ് രജിസ്റ്റർ ചെയ്തത്. 13 പേര് വന്നിട്ടുണ്ട്. ഒരു 3 പേര് വരുമെന്ന് പ്രതീക്ഷിക്കും. നമുക്ക് ക്ലാസ്സിൻ്റെ ഇടയിൽ ചെയ്യാം. കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ഇത് കഴിഞ്ഞ് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ആണ്. നമ്മൾ പരസ്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ക്ലാസ് തുടങ്ങി 2 മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച ഫീസ് മടക്കി തരാം. ആർക്കെങ്കിലും നിർത്തണം തോന്നിക്കഴിഞ്ഞാൽ നിർത്താം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. എന്താ ഉദ്ദേശിക്കുന്നത്? കണ്ടിന്യൂ ചെയ്യല്ലേ? എല്ലാവരും ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. ഇനി ഒരു 10 മിനിറ്റ് റെസ്റ്റ്. നിങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് ഓക്കെ. നമസ്കാരം, എൻ്റെ പേര് നിഷാദ്. തൊടുപുഴയിലാണ് വീട്. ഓറ ബോക്സിങ്ങിനെ പറ്റി ഫേസ്ബുക്കിൽ നിന്നും അറിഞ്ഞ് കുറേ റിവ്യൂ കണ്ടതിന് ശേഷം എനിക്കിതിൽ ചേരാൻ താല്പര്യം തോന്നുകയും ഞാൻ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് ജോയിൻ ചെയ്തു. തൊടുപുഴ YMC ഹാളിൽ വെച്ച് ക്ലാസ് വളരെ നല്ല ക്ലാസ്സായിരുന്നു. അടുത്ത മാസം വീണ്ടും ഉള്ള ക്ലാസ്സിൽ പങ്കെടുക്കണം. എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. ഈ റിവ്യൂ കാണുന്ന എല്ലാവരും തന്നെ ഇതിൽ പങ്കെടുക്കണം. നമസ്കാരം, ഞാൻ ഷിയാസാണ്. ഉടുമ്പന്നൂരാണ് പ്രദേശം. ഓറ ബോക്സിനെ കുറിച്ച് ഞാൻ ആഡ് കണ്ടിരുന്നു. ജസ്റ്റ് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതെന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ നല്ല എഫക്റ്റീവായിട്ട് ഒരു 10-30 ടെക്നിക്കുകളോട് കൂടി ആദ്യത്തെ ദിവസം തന്നെ ഒരു നല്ലൊരു, അതുപോലെ തന്നെ ഒരു ടീം സ്പിരിറ്റ്, ഇതെല്ലാം മാത്രമല്ല പഠിപ്പിക്കുന്ന ശൈലി എല്ലാം നമ്മൾ വല്ലാതെ ഒരു മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന ഒരു ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നി. നമ്മൾ പല കോഴ്സുകളും ട്രെയിനിങ്ങുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊരു നല്ല എനർജറ്റിക് ആയിരുന്നു. എന്തായാലും 6 മാസങ്ങളായിട്ട് തീരുന്ന ഒരു ക്ലാസ്. എന്തായാലും
മുഴുവൻ പങ്കെടുക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. കാണുന്നവർ, ഇത് ശ്രമിക്കുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പങ്കെടുക്കാൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും ലൈഫിലും. അതുപോലെ നമുക്കൊരു കോൺഫിഡൻസ് ലെവല്, നമ്മുടെ പവർ, നമ്മുടെ എനർജി ലെവല് ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ വല്ലാതെ സഹായിക്കുന്ന ഒരു ട്രെയിനിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു നോക്കും. താങ്ക് യു. ഞാൻ ഇത് ഓറ ബോക്സിനെ കുറിച്ച് അറിഞ്ഞത് തന്നെ ഫേസ്ബുക്ക് വഴി അറിഞ്ഞ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്തത്. കോൺടാക്ട് ചെയ്തതിന് ശേഷം അവരെ ഒരു ഗ്രൂപ്പിൽ തന്നെ ആഡ് ചെയ്ത് അതിൻ്റെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങൾക്കും എല്ലാം പറഞ്ഞ് കറക്റ്റായിട്ട് തന്നു. അതിന് ശേഷം ഇന്നായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ക്യാമ്പ് വന്നത്. ആ ക്യാമ്പിൽ ആദ്യം വന്നപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 30 സ്റ്റെപ്പാണ് നമുക്കിന്ന് ശരിക്കും പറഞ്ഞു തന്നത്. ഓരോ സെക്ഷനായിട്ട് ഓരോ സ്റ്റെപ്പുകൾ പറഞ്ഞു തന്നപ്പോൾ നമുക്ക് കോൺഫിഡൻസ് കൂടി, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂടി വരും. അതോ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് നമുക്ക് ഫുൾ എനർജിയാണ് വന്നേക്കുന്നത്. ഇനി 5ഓളം ക്ലാസ്സുകൾ നമുക്ക് മിച്ചമുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ് എന്താണെന്നുള്ളതിന് ഈഗർലി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പം എല്ലാവരും പറ്റുന്ന എല്ലാ രീതിയിലും ജോയിൻ ചെയ്ത് നമ്മളൊരു സെൽഫ് കോൺഫിഡൻസ് വളർത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ചെറുപ്പത്തിൽ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് ചെയ്യുന്നത് ഇങ്ങനെ ഓറ ബോക്സിങ്. കുറച്ചുകൂടെ നമ്മൾ പവർഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉള്ള പ്രാക്ടീസ് കിട്ടുന്നുണ്ട്. അതെല്ലാം തുടക്കം പോലെ തന്നെ ശരിക്കും എന്താണ് പറയുക, നമ്മളത് കിക്കും പഞ്ചും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരെ നിർത്തിയിട്ട് പഞ്ചിങ് ബോക്സിലൊക്കെ ബാഗിലാണ് ശരിക്കും കിക്ക് ചെയ്യുകയോ പഞ്ച് ചെയ്യുകയോ ആ ഒരു ആക്ഷൻ ശരിക്കും നമ്മൾ നല്ല പവർഫുള്ളായിട്ട് തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് വളരെ എഫക്റ്റീവാണ്. അതാണ് എനിക്ക് ഓറ ബോക്സിൻ്റെ പ്രൈമറി ആയിട്ട് പറയാനുള്ള കാര്യം. പിന്നെ വേറെ വലിയ എക്സസൈസ് അധികം ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് നേരെ കാര്യത്തിലോട്ട് കിടക്കുക, കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി പോകും. ഇതിൻ്റെ ആഡ് ഫേസ്ബുക്കിൽ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചില്ല അത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ള എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് ജോയിൻ ചെയ്ത് ക്ലാസ്സിൽ വന്ന ആദ്യത്തെ ക്ലാസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. മാത്രമല്ല ഒരു 4 പേര് 5 പേര് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്ത് നിൽക്കാനുള്ള നമുക്ക് സെൽഫ് കോൺഫിഡൻസും ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് അതിനുള്ള കഴിവും കിട്ടും. അതെനിക്ക് 100% ഉറപ്പായി ഒറ്റ ക്ലാസ്സിലൂടെ തന്നെ. അത്രയ്ക്കും നല്ല രീതിക്കാണ് സാറ് പഠിപ്പിക്കുന്നതും നമുക്കത് മനസ്സിലാവുന്നതും. ഒരു സ്റ്റെപ്പുകളൊക്കെ ആണെങ്കിലും ഓരോ സ്റ്റെപ്പുകളൊക്കെ ആണെങ്കിലും വളരെ കൃത്യമായിട്ട് തന്നെ നമ്മളെ പഠിപ്പിച്ചു തരികയും നമുക്കതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുകയും ഒറ്റ ദിവസത്തെ ക്ലാസ് കൊണ്ട് തന്നെ ഞങ്ങൾക്കിപ്പോൾ തന്നെ അത്യാവശ്യം എല്ലാ സ്റ്റെപ്പുകളും കാണാതെ എനിക്ക് ചെയ്യാൻ പറ്റുകയും അത്യാവശ്യം 1-2 പേര് 3-4 പേര് വന്നാൽ തന്നെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു കഴിവ് ഞങ്ങൾക്ക്, ഒരു സെൽഫ് കോൺഫിഡൻറ്റ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ ചേരാൻ പറ്റുന്നവർക്ക് എല്ലാവരും ചേരുക. അത്രയും കോൺഫിഡൻറ്റോടു കൂടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇതെനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വന്ന് നമുക്ക് ബോഡി മൊത്തത്തിൽ ഒന്ന് എനർജറ്റിക്കായി. പിന്നെ ഇടയ്ക്ക് നമ്മൾ ആഴ്ചയിലൊന്നോ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ പ്രാക്ടീസും ക്ലാസ്സും കിട്ടുവാണെങ്കിൽ നമുക്ക് കൂടുതലും നമ്മുടെ ബോഡി എപ്പോഴും എനർജറ്റിക്കായിട്ടിരിക്കും. പിന്നെ നമുക്ക് ഒരു മൊത്തത്തിലൊരു കോൺഫിഡൻസ് കിട്ടും. മൊത്തത്തിൽ നല്ല ക്ലാസ്സാണ്. ഇപ്പോൾ പറ്റുന്നവരൊക്കെ എല്ലാവരും ജോയിൻ ചെയ്യുക. എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും ഒരു ആയോധനകല പഠിക്കുന്നത് നല്ലൊരു കാര്യമാണെന്നാണ് തോന്നുന്നത്. ഇന്നത്തെ കാലത്ത് എല്ലാവരും മൊബൈലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഇങ്ങനെയുള്ളത് നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് എല്ലാവരും സഹകരിച്ച് മുമ്പോട്ട് പോവുക. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇതിന് കിട്ടിയത്. ഞാൻ വരുമ്പോൾ എനിക്ക് ആ ടെൻഷൻ ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയില്ല. ആദ്യമായിട്ടൊരു സംഭവം ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതെല്ലാം മാറി. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. സാധാരണ മാർഷൽ ആർട്സിനേക്കാൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ബാക്കിയുള്ളതിനെല്ലാം നമുക്ക് കുറച്ചും കൂടി ബോഡിക്ക് നല്ലത്തോളം സ്ട്രെസ് എടുത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. കുറച്ചും കൂടി എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരും, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് അതിന് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇത് വളരെ നല്ല ഒരു മാർഷൽ ആർട്ടാണ്. നമുക്ക് മറ്റുള്ള ഏതൊരു മാർഷൽ ആർട്ടിനേക്കാളും എളുപ്പമാണ്. കാരണം മറ്റുള്ളതിലെല്ലാം ഈ പൗൾസ് ഉണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇങ്ങനെ പാടുള്ളൂ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ. ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. നമുക്ക് എങ്ങനെയും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. നിങ്ങൾ പഠിച്ചിരിക്കുക. വളരെ എക്സ്പീരിയൻസ് ആയിരുന്നു. നമസ്കാരം, എൻ്റെ പേര് അനന്തു. തൊടുപുഴയാണ് എൻ്റെ സ്ഥലം. ഞാനിന്ന് ഓറ ബോക്സിങ്ങിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പങ്കെടുത്തിരിക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഓറ ബോക്സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂരുള്ള പ്രതീഷ് കൃഷ്ണ മാസ്റ്റർ
സ്വന്തമായി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. അത് നമ്മുടെ ഒരു കേരളീയനായിട്ടുള്ള മാസ്റ്ററാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് ലഭിക്കേണ്ട ഒരു പ്രചാരം ലഭിച്ചിട്ടില്ല. കൂടുതൽ ആളുകളിലോട്ട് എത്തി വരുന്നതേ ഉള്ളൂ. ഈ ഒരു മാർഷൽ ആർട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ട്രഡീഷണൽ മാർഷൽ ആർട്സുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ്. ട്രഡീഷണൽ മാർഷൽ ആർട്സുകളായിട്ടുള്ള കരാട്ടെ, കുംഫു, കളരിപ്പയറ്റൊക്കെ നിങ്ങൾക്ക് പരിചിതമുണ്ടായിരിക്കും. ഇത്തരം മാർഷൽ ആർട്സുകൾ വളരെ കാലമെടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു കഴിവ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു സാധാരണ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് തന്നെ പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് പ്രയോഗത്തിൽ വരുത്താൻ പറ്റുന്ന രീതിക്കാണ് മാസ്റ്ററി ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ക്ലാസ് നമ്മുടെ സമൂഹത്തിലെ നല്ല രീതിയിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് ഗുണകരമാകും എന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് ഈ ക്ലാസ് ക്യാമ്പ് വരുന്ന സമയത്ത് പങ്കെടുക്കുക. ഇതിന്റെ ഒരു 6 ക്ലാസ് പങ്കെടുക്കുമ്പോൾ മികച്ച നിലവാരത്തിലുള്ള ഒരു ഫൈറ്ററായി നിങ്ങൾക്ക് മാറാൻ സാധിക്കും. ഒരു ക്ലാസ് കൊണ്ട് തന്നെ നിങ്ങൾക്കത് ബോധ്യമാകും. ഓക്കെ, താങ്ക് യു. ഞാനിവിടെ തൊടുപുഴ തന്നെയാണ്. ഞാൻ ഇവിടെ ഓറ ബോക്സിങ്ങിന്റെ കാര്യം ഞാനൊരു 2023 തുടങ്ങിയ ഒരു ടൈമിൽ തൃശ്ശൂർ, മലപ്പുറം അതിന്റെ ക്ലാസ്സസ് നടന്നുകൊണ്ടിരുന്ന ടൈമിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് കേൾക്കുന്നത്. അന്ന് ഞാൻ പ്രതീക്ഷാരനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് പക്ഷേ ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലാണ് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിസ്സാക്കി കളഞ്ഞൊരു സാധനമായിരുന്നു. പിന്നെ ഞാനിപ്പോൾ നാട്ടിൽ വന്നു, നാട്ടിൽ കറേറ്റർ പണിയൊക്കെ കിടക്കുന്ന ഒരു ടൈമിൽ ഇപ്പോൾ ഇവിടെ തൊടുപുഴയിൽ വന്നെന്നുള്ളൊരു അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ ഞാനത് കോൺടാക്ട് ചെയ്തു. പിന്നെ ആ ഒരു ടൈമിൽ അന്നേരം തന്നെ ഞാൻ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ക്ലാസ്സിൽ വന്നു. അപ്പം ഞാനിത് നേരത്തെ കിക്ക് ബോക്സിങ്ങിനൊക്കെ പോയി കിട്ടുന്ന ഒരു ആളായിരുന്നു. അപ്പം അതിനേക്കാളും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ്, സ്റ്റഡി മെത്തേഡാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കുന്ന ഒരു കാര്യങ്ങൾ അങ്ങനെ ആപ്ലിക്കബിൾ ആക്കണം എന്നുള്ളത്, അതിനുള്ളൊരു മൈൻഡ് സെറ്റും കൂടി എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ലൊരു ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. കാര്യം നമുക്ക് ഒരു സമൂഹത്തിൽ ആവശ്യമുള്ളൊരു കാര്യം. ഇപ്പോൾ ഇവിടുന്ന് ഒരു അടി വീഴുമെന്നുള്ള ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ഒരിടത്തൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിത് പഠിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒന്നിലെ സ്വയരക്ഷ അല്ലെങ്കിൽ അത് ഒഴിവാക്കൂടാ. കാര്യം ഒരു ശരിക്കും മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞൊരു മൈൻഡ് സെറ്റ് ആക്കി വയ്ക്കുക. അത് നമുക്ക് അഗ്രസീവ് ആവാം അല്ലെങ്കിൽ മാക്സിമം അഗ്രസീവ് ആവുന്നതിനേക്കാളും കുറച്ചുകൂടി കാമായിട്ട് ഇരിക്കുന്നതാണ്. നമുക്ക് ഇങ്ങോട്ടൊരു അറ്റാക്ക് വന്നാൽ മാത്രം നമ്മൾ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുക. ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു മാർഷൽ ആർട്ടായിട്ട് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് എനിക്കിത് തോന്നുന്നു. സ്ഥലം തൊടുപുഴ. പണ്ട് മുതലേ മാർഷൽ ആർട്സ് കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഔറ ബോക്സിങ്ങിനെ കുറിച്ച് ഇൻസ്റ്റഗ്രാമിൽ കണ്ട് അപ്പോൾ അങ്ങനെ ക്യാമ്പ് അറ്റൻഡ് ചെയ്തു. ഒന്നിൽ കൂടുതൽ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാനുള്ള ഇതൊക്കെയാണ് ഇതിൽ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇടുക്കി ക്യാമ്പ് കഴിഞ്ഞു. ഇന്നാണ് നമ്മൾ ഇതുവരെ ഏറ്റവും കൂടുതൽ വന്നത് 15 പേര്. അതിൽ 13 പേര് പുതിയതാണ്. ഇന്ന് വന്ന ബാച്ചും എല്ലാവരും സെറ്റായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 4 മണിയായി. സാർ അവിടെ ഉള്ളിൽ ആളുടെ 4:45. തൃശ്ശൂർ ഇന്ന് എത്തണം. വരുമ്പോ ഇന്നും തോന്നുന്നു ഇടുക്കിയിൽ എന്താ സാധനം നല്ല തണുപ്പാണ് കിട്ടുക. ഇന്ന് ഭയങ്കര ഉഷ്ണമായിരുന്നു അവിടെ. കറണ്ടൊക്കെ പോയി പിന്നെ ചൂട്, ചെറിയ ഹാളല്ലേ. അപ്പൊ നമുക്കിനി KSRTC എത്തിയിട്ട് കാണാം. നമ്മൾ തൃശ്ശൂർക്ക് വേണ്ടിയുള്ള ബസ്സിൽ കുറെ നേരമായി. എന്തോ ഇത് പുറത്ത് മഴയുണ്ട്, പക്ഷെ ബസ്സിനുള്ളിൽ ഒരു ഉഷ്ണുണ്ട്. ഞങ്ങൾക്ക് വയർത്തുണ്ട്. പുറത്തിന്റെ ഉഷ്ണം കാറ്റായി തുടങ്ങിട്ട് നേരെ ബ്ലോക്കിന്റെ ഒരു പാടം ഞങ്ങൾ പെരുമ്പാവൂരോട്ട് കാലടിയുടെ ബ്ലോക്ക് വരുന്നു. ഒരു പാടം പഠിച്ചു ഇടുക്കി അങ്ങനെ വരും. ബസ്സിൽ ദുരന്ത യാത്ര. അപ്പോൾ എല്ലാവർക്കും ഇത് ബ്ലോഗ് ഇഷ്ടം ഓരോ ബോക്സിനെ കൂടുതൽ അറിയാൻ ചേരാൻ താല്പര്യമുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു